എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പ് അവതരിപ്പിക്കുന്ന സെറ്റ് സുവോളജി വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ഹേമ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെറ്റ് സുവോളജി സിലബസിലെ മോഡ്യൂൾ 1 ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഇതിനു മുൻപ് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. മോഡ്യൂൾ 1 സെറ്റ് സുവോളജിയുടെ യൂണിറ്റുകളായിട്ടാണ് നമ്മളുടെ ഓരോ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ യൂണിറ്റിനകത്ത് 3 ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ടാക്സോണമിയാണ്, രണ്ടാമത് ആനിമൽ ഡൈവേഴ്സിറ്റി ആണ്, മൂന്നാമത് അപ്ലൈഡ് സുവോളജി ആണ്. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പുള്ള ഏരിയാസ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് പരമാവധി ചോദ്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വെബിനാർ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടാക്സോണമിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ളതും മറ്റു പല പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വെബിനാർ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് തുടങ്ങാം. എല്ലാവരോടും ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സെഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവായിട്ട് ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: In taxonomic classification, the correct sequence is. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ടാക്സോണമിയിലെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നാച്ചുറൽ സയൻസ് എക്സാമുകളിൽ ചോദിച്ചു വരുന്നുണ്ട്. അത് സെറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, കേട്ടിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ PSCയുടെ മറ്റു പല എക്സാമുകളിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ചോദ്യം വരാറുണ്ട്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. നിങ്ങൾ ആ ഒരു കറക്റ്റ് ഹൈറാർക്കി നിങ്ങളുടെ സൈഡിൽ വർക്കിംഗ് കോളത്തിൽ ആദ്യം എഴുതി നോക്കുക. നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് സ്പീഷീസ് ആണെന്നും അതിന് മുകളിൽ ജീനസ് ആണ്. ആ രീതിയിൽ നിങ്ങൾ ഇത് എഴുതി നോക്കുക. അല്ലെങ്കിൽ നേരിട്ട് ഓപ്ഷനിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ആ രീതിയിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം, ഇവിടെ ഒരു സംശയം എല്ലാവർക്കും വരുന്നത്, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഇടയിൽ ട്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു റാങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതാണ് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത്. ട്രൈബ് എന്ന് പറയുന്ന റാങ്ക് എവിടെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ജീനസ്. ഫാമിലിയുടെയും ജീനസിന്റെ ഇടയിലുള്ള റാങ്ക് ആണ് ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കി. ഇതിൽ കറക്റ്റ് സീക്വൻസ് ഏതായിട്ട് വരും? ഏറ്റവും ചെറുത് സ്പീഷീസ് ആണ്, അത് കഴിഞ്ഞ് ജീനസ് വരും, ജീനസിന്റെയും ഫാമിലിയുടെ ഇടയിൽ ട്രൈബ് വരും, ഫാമിലി കഴിഞ്ഞാൽ ഓർഡർ വരും, ഓർഡർ കഴിഞ്ഞാൽ ക്ലാസ് വരും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി. ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കുക. അപ്പൊ ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കിങ്ഡം ആണ്. ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പ് കിങ്ഡം ആണ്. അത് കഴിഞ്ഞ് ഫൈലം, ഫൈലം കഴിഞ്ഞ് ക്ലാസ്, ക്ലാസ് കഴിഞ്ഞ് ഓർഡർ. ഇനി ചില ബുക്കുകളിൽ ക്ലാസ്സിനും ഓർഡറിനും ഇടയിൽ മറ്റൊരു റാങ്ക് കാണാം. അതാണ് കൊഹോട്ട് എന്നറിയപ്പെടുന്നത്. ക്ലാസ്സിനും ഓർഡറിനും ഇടയിൽ വരുന്ന റാങ്ക് ആണ് കൊഹോട്ട്. ഓർഡർ കഴിഞ്ഞാൽ ഫാമിലി ആണ്, ഫാമിലി കഴിഞ്ഞാൽ ജീനസ് ആണ്. ഇനി ചില ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് കാണാം ഫാമിലിയുടെയും ജീനസിന്റെ ഇടയിൽ ട്രൈബ് എന്ന് പറഞ്ഞൊരു റാങ്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ജീനസ്, ജീനസ് കഴിഞ്ഞാൽ സ്പീഷീസ്. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഓർഡർ എടുക്കുമ്പോൾ തന്നെ ഓർഡറിന് മുകളിൽ സൂപ്പർ ഓർഡർ ഉണ്ട്, ഓർഡറിന് താഴെ സബ് ഓർഡർ ഉണ്ട്. ഫാമിലിയിൽ തന്നെ ഫാമിലിയുടെ മുകളിൽ സൂപ്പർ ഫാമിലി, ഫാമിലിയുടെ താഴെ സബ് ഫാമിലി. ആ രീതിയിലൊക്കെ ക്ലാസിഫിക്കേഷന്റെ മൈനർ ഗ്രൂപ്പ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ടേംസ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത്, 2 organisms of the same class but families will be kept under the same. ഇവിടെ ബട്ട് ഡിഫറെന്റ് ഫാമിലീസ് വിൽ ബി കെപ്റ്റ് അണ്ടർ ദ സെയിം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു റാങ്കിന്റെ പേര് എഴുതാനാണ്. ക്ലാസിന്റെയും ഫാമിലിയുടെയും ഇടയിൽ വരുന്ന റാങ്ക് എന്താണ് എന്നാണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ മീനിങ്. ഓപ്ഷൻസ് നോക്കാം: ജനേറ, സ്പീഷീസ്, ഓർഡർ, ഫാമിലി. ഇതില് ക്ലാസിന്റെയും ഫാമിലിയുടെയും ഇടയിൽ വരുന്ന റാങ്കിന്റെ പേരെന്താണ്? ക്ലാസിന്റെയും ഫാമിലിയുടെ ഇടയിൽ വരുന്നത് എന്താണ്? അത് ഓർഡർ ആണ്. കണ്ടില്ലേ? ആ ഫിഗർ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആണ് അല്ലെ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി. പലർക്കും ഈ ഒരു ടേംസ് ആ കറക്റ്റ് ഓർഡർ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അത് തറോ ആയിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. കിങ്ഡം, ഫൈലം ഒന്നും ആർക്ക് സംശയം ഉണ്ടാവില്ല, ജീനസ്, സ്പീഷീസ് സംശയം ഉണ്ടാവില്ല. ക്ലാസ്, ഓർഡർ, ഫാമിലി ആയിരിക്കും കൂടുതൽ ആളുകൾക്കും സംശയം വരുന്നത്. ക്ലാസ് കഴിഞ്ഞാൽ ഓർഡർ, ഓർഡർ കഴിഞ്ഞാൽ ഫാമിലി.
ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഫോം എ ന്യൂ സ്പീഷീസ്? ഒരു പുതിയ സ്പീഷീസിന്റെ കാരണമാകുന്ന ഫിനോമിനൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർബ്രീഡിംഗ്, വേരിയേഷൻ, ഡിഫറൻഷ്യൽ റിപ്രൊഡക്ഷൻ, നൺ ഓഫ് ദ എബവ്. അപ്പോൾ ഈ ടേംസ് എന്താണെന്ന് ആദ്യം അറിയണം, എന്നാലേ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പോകും. എന്താണ് ഈ ഇന്റർബ്രീഡിംഗ് എന്ന് പറയുന്നത്? ഇവിടെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള ഓർഗാനിസംസ് പരസ്പരം ബ്രീഡ് ചെയ്യുന്നു. അതായത് രണ്ട് വ്യത്യസ്ത ബ്രീഡിലുള്ള മെമ്പേഴ്സ് പരസ്പരം മെയ്റ്റ് ചെയ്ത് ബ്രീഡ് ചെയ്ത് അതിൽ നിന്നൊരു ഹൈബ്രിഡിനെ ഉണ്ടാക്കുന്നതിനെയാണ് ഇന്റർബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മേറ്റിംഗ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് ഇന്റർബ്രീഡിംഗ്. അടുത്തത് വേരിയേഷൻ ആണ്. എന്താണ് ഈ വേരിയേഷൻ എന്ന് പറഞ്ഞത്? ഡിഫറൻസ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിനുള്ളിൽ തന്നെയുള്ള വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫറൻഷ്യൽ റിപ്രൊഡക്ഷൻ ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമല്ല മറ്റൊരു ഇൻഡിവിജ്വലിന്റെ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. അതിനെയാണ് ഡിഫറൻഷ്യൽ റിപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ ദ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ ഔട്ട് ഓഫ് ദീസ് ത്രീ ഇതിൽ ഏതിൽ നിന്നാണ് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത്? ഇന്റർബ്രീഡിംഗ് കൊണ്ട് ഹൈബ്രിഡ് ആണ് ഉണ്ടാകുന്നത്. ഡിഫറൻഷ്യൽ റിപ്രൊഡക്ഷൻ കൊണ്ട് നമ്പറിനെ വ്യത്യാസം വരുന്നുള്ളൂ, പുതിയ സ്പീഷീസ് ഒന്നും ഉണ്ടാകുന്നില്ല. വേരിയേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്താ കാരണം? ഒരു സ്പീഷീസിന്റെ ഇടയിൽ തന്നെ ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ പരസ്പരമുള്ള വ്യത്യാസങ്ങൾ കുറെ വർഷം കഴിയുമ്പോൾ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്യും. എവല്യൂഷൻ തിയറിയിൽ, ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറിയിലൊക്കെ എന്താണ് പറയുന്നത്? വേരിയേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം വേരിയേഷൻ ആണ്. അടുത്തത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അകത്ത് പറയുന്ന ചില പ്രധാനപ്പെട്ട ടേംസ് നമുക്കൊന്ന് പഠിക്കണം. ഷോർട്ട് ഫോംസ് ആണ് തന്നിരിക്കുന്നത്, അതിന്റെ ഫുൾ ഫോം നമ്മളോട് ചോദിക്കാം. ആദ്യം RFLP ആണ്. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു മോളിക്കുലർ മെത്തേഡാണ്. നമ്മൾ ജനറ്റിക് അനാലിസിസിനും ഐഡന്റിഫിക്കേഷനും DNA ഫിംഗർ പ്രിന്റിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു PCR ഒരു ടെക്നിക്കാണ് ഈ പറയുന്നത് RFLP. It is a non-PCR based technique. It is a molecular method of genetic analysis, and here the individuals are identified based on unique pattern of restriction enzyme cutting specific regions of a DNA. നമ്മൾ DNA ഫ്രാഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെന്റ് റീജിയൻസ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ന്യൂക്ലിയോടൈഡ് റീജിയൻസ്. അതിൽ ചില റീജിയൻസ് ചില പ്രത്യേക റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യാൻ പാകത്തിലുള്ള റീജിയൻസ് ആയിരിക്കും. അത്തരം റീജിയൻസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് RFLP എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ജനറ്റിക് അനാലിസിസ് which involves individuals to be identified based on unique pattern of restriction enzyme cutting specific region of the DNA. നമ്മുടെ DNA-യിൽ restriction enzyme കട്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ റീജിയനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ജനറ്റിക് അനാലിസിസ് ആണ് RFLP. അടുത്തത് RAPD. What is the full form of RAPD? Randomly Amplified Polymorphic DNA. ഇതും ഒരു ജനറ്റിക് അനാലിസിസ്, ആളുകളുടെ വേരിയേഷൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോളിക്കുലർ ടെക്നിക്കാണ്. ഹിയർ ഇറ്റ് ഈസ് എ PCR based technique and it uses short primers which will bind to non-specific sites on the DNA. നമ്മുടെ കയ്യിൽ ഒരു അൺനോൺ DNA ഫ്രാഗ്മെന്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് പ്രൈമേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഈ പ്രൈമേഴ്സിന്റെ ഒക്കെ സീക്വൻസ് നമുക്ക് അറിയാമെങ്കിൽ ദീസ് പ്രൈമേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദാറ്റ് അൺനോൺ DNA സാമ്പിൾ. അപ്പൊ പ്രൈമറും ആ DNA ഫ്രാഗ്മെന്റിലെ കോംപ്ലിമെന്ററി ഇതും തമ്മിൽ പെയർ ചെയ്യും. അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവിടുത്തെ DNA സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് RAPD. അപ്പൊ ഇവിടെ ഓർക്കുക, ഇവിടെ പ്രൈമേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു സിന്തറ്റിക് പ്രൈമർ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് RAPD, റാൻഡംലി ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് RFLP ആണ്. ഇതും ജനറ്റിക് റിസർച്ചിന് യൂസ് ചെയ്യുന്ന ഒരു PCR ടൂളാണ്. ആൻഡ് ദ ഫുൾ ഫോം ഇസ് ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. നമ്മുടെ DNA ഫ്രാഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്, അല്ലെ? അപ്പൊ ഒരു DNA ഫ്രാഗ്മെന്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ എന്ത് ചെയ്യും? ആ ജീനോമിക് DNA ഇസ് ഡൈജസ്റ്റഡ് യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഡൈജസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കും.
അതിനുശേഷം ലിഗേസ് എൻസൈംസ് ഉപയോഗിച്ച് അതിനെ പരസ്പരം ഒട്ടിക്കും. ദ ലിഗേഷൻ വിത്ത് റെസ്ട്രിക്ഷൻ സൈറ്റ് സ്പെസിഫിക് അഡാപ്റ്റേഴ്സ്. അതിനുശേഷം PCR ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യും. And this process is called as amplified fragment length polymorphism. അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്യും, അതിനുശേഷം ലിഗേഷൻ ചെയ്യും, അതിനുശേഷം ആംപ്ലിഫിക്കേഷൻ ചെയ്യും. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ഓഫ് AFLP എന്ന് പറയുന്നത്, ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. അടുത്തത് VNTR ആണ്, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. എന്താണ് ഈ VNTR? ഇവിടെ നമ്മുടെ DNA എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് DNAയിലെ ചില ന്യൂക്ലിയോടൈഡ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം, ടാൻഡംലി റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അത്തരം ഭാഗങ്ങളെ പറയുന്ന പേരാണ് VNTR അഥവാ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. സോ ഇറ്റ് ഈസ് എ ലൊക്കേഷൻ ഇൻ ദ DNA. നമ്മുടെ DNA സെഗ്മെന്റിൽ ഒരു പ്രത്യേക ലൊക്കേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മാർക്ഡ് ബൈ എ ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് ടാൻഡം റിപ്പീറ്റ്സ്. ഇവിടെ ഒരു ഇൻഡിവിജ്വലിന്റെയും മറ്റൊരു ഇൻഡിവിജ്വലിന്റെയും VNTRന്റെ ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് DNA ഫിംഗർ പ്രിന്റിങ്ങും ഫോറൻസിക് സയൻസിലും ഒക്കെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം എന്റെ ടാൻഡം റിപ്പീറ്റിന്റെ ലെങ്ത് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ. ഇറ്റ് ഈസ് യുണീക്ക്. സോ യൂസിങ് സർട്ടൻ ടാൻഡം റിപ്പീറ്റ്സ് എ പേഴ്സൺസ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ഇത് ഈ 4 പേരുകളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ആൻഡ് വീണ്ടും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കമ്മ്യൂണിറ്റി, വാട്ട് യു മീൻ ബൈ എ കമ്മ്യൂണിറ്റി? ഇത് ടാക്സോണമിയിൽ വരുന്ന ഭാഗമാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. എ ഗ്രൂപ്പ് ഓഫ് സെയിം ജനേറ, എ ഗ്രൂപ്പ് ഓഫ് സെയിം പോപ്പുലേഷൻ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം സെയിം പോപ്പുലേഷൻ, ഡിഫറെന്റ് പോപ്പുലേഷൻ ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്ച്വലി ഓർ പൊട്ടൻഷ്യലി ഇന്ററാക്ടിങ് സ്പീഷീസ് ലിവിങ് ഇൻ ദ സെയിം ലൊക്കേഷൻ. അപ്പൊ ഇവിടെ കുറെ പോപ്പുലേഷൻസ് കൂടി ചേരുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെയുള്ളൊരു പ്രത്യേകത, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഡിഫറെന്റ് സ്പീഷീസ് ആ പോപ്പുലേഷൻ്റെ അകത്തുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറെ പോപ്പുലേഷൻസിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കോൾഡ് എ ടാക്സ. താഴെ തന്നിരിക്കുന്നത് ടാക്സ എന്ന് വിളിക്കാൻ പറ്റാത്തത് ഏതാണ്? ഓർഡർ, ഫാമിലി, ജീനസ്, നൺ ഓഫ് ദ എബവ്. അപ്പൊ ആദ്യം എന്താണ് ടാക്സ എന്നറിയണം. ടാക്സ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, ടാക്സോൺ ആണ് സിംഗുലർ. സോ വാട്ട് ഈസ് എ ടാക്സോൺ? A taxon is a term used for any taxonomic unit or rank that is recognized or defined by at least one of the nomenclature codes such as species, family or rank. നമ്മുടെ ടാക്സോണമി അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ ഉപയോഗിക്കുന്ന ഓരോ റാങ്കിനെയും വിളിക്കുന്ന പേരാണ് ടാക്സ. താഴെ തന്നിരിക്കുന്നതിൽ ടാക്സ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Order is a taxon, family is a taxon, genus is a taxon. So answer is option D, none of the above. അടുത്തത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് ഗിവൺ ബൈ ഡാഷ് ഹക്സ്ലി, ജോൺ റേ, ചാൾസ് ഡാർവിൻ, ലിനേയസ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം ജീവജാലങ്ങളെ 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു, ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം. ദാറ്റ് ഇസ് കോൾഡ് ആസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും ബൈനോമിയൽ നോമൻക്ലേച്ചറും കാൾ ലിനേയസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ജൂലിയൻ ഹക്സ്ലിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? He is known as the father of new systematics. Modern systematics in the father ആണ് ജൂലിയൻ ഹക്സ്ലി. And what is the contribution of John Ray? John Ray defined the term species. Species എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തത് ജോൺ റേ ആണ്. ചാൾസ് ഡാർവിൻ, the very famous evolutionist, അല്ലെ? The theory of natural selection, origin of species, ഇതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്? അത് ചാൾസ് ഡാർവിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന വേറെ 2 പ്രധാനപ്പെട്ട 2 ടേംസ് നമ്മൾ പഠിക്കുകയാണ്. ഹോമോണിമി. വാട്ട് ഈസ് ഹോമോണിമി? In scientific nomenclature, homonymy is the application of same name to different taxa. വ്യത്യസ്ത ടാക്സകളിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് ഒരേ പേര് നൽകിയിരിക്കുന്നു. Here it is a name or for a taxon that is identical in spelling.
ഒരു ഡിഫറെന്റ് ടാക്സോൺ ആണ്, രണ്ട് വ്യത്യസ്ത ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ്, പക്ഷെ സ്പെല്ലിംഗ് സെയിം ആണ്. ഇവിടെ സ്പെല്ലിംഗ് സെയിം ആണെങ്കിലും ഇതിന്റെ മീനിങ് ഡിഫറെന്റ് ആണ്. ഒരെണ്ണം ഒരു പ്രത്യേക സ്പീഷീസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാക്സോണിനെ ഡിനോട്ട് ചെയ്യുന്നത്, മറ്റൊരു ടാക്സോൺ ആണ്, പക്ഷെ പേര് സെയിം ആണ്. And such names are called as homonyms, and this principle or this usage is called as homonymy. So it is in scientific nomenclature, homonymy is an application of same name to different taxa. ഹോമോ എന്ന് പറഞ്ഞ സെയിം ആണ് അല്ലെ, നോം അല്ലെങ്കിൽ നോമി എന്നൊക്കെ പറഞ്ഞ നെയിമും ആണ്. അപ്പൊ ഹോമോനമി മീൻസ് സെയിം നെയിം, അങ്ങനെ ഓർക്കുക. അടുത്തതാണ് സിനോണമി. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യായ പദങ്ങളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, it is a scientific name that applies to a taxon that now goes by a different scientific name. ഉദാഹരണത്തിന് കാൾ ലിനേയസ് നോർവേ സ്പ്രൂസ് എന്ന് പറയുന്ന പ്ലാന്റ് സ്പീഷീസിന് അദ്ദേഹം ആദ്യം കൊടുത്ത പേര് പൈനസ് ഏബിസ് എന്നായിരുന്നു. പക്ഷെ ഈ ഒരു സയന്റിഫിക് നെയിം ഇപ്പൊ ഇറ്റ് ഇസ് നോ ലോങ്ങർ ഇൻ യൂസ്. നൗ ഇറ്റ് ഇസ് കറന്റ്ലി കോൾഡ് ആസ് പിസിയ ഏബിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ പൈനസ് ഏബിസും പിസിയ ഏബിസും രണ്ട് ഡിഫറെന്റ് നെയിംസ് ആണ്, പക്ഷെ ഒരേ മീനിങ് ആണ്. സിനോണമി, രണ്ട് ഡിഫറെന്റ് നെയിംസ് പക്ഷെ ഒരേ മീനിങ്. പര്യായങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ, ഇപ്പൊ ജലം, വെള്ളം, രണ്ടും ഡിഫറെന്റ് വാക്കുകളാണ്, പക്ഷെ ഒരേ മീനിങ് ആണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ സിനോണമി ഇസ് ഓൾസോ ടേം യൂസ്ഡ് ഇൻ സയന്റിഫിക് നോമൻക്ലേച്ചർ. ടു ഡിഫറെന്റ് നെയിംസ് ബട്ട് സെയിം മീനിങ്, അതാണ് സിനോണമി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ICZN എന്താണെന്ന്, അതിന്റെ ഫുൾ ഫോം പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ICZN? ദ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ് അത് അറിയപ്പെടുന്നത്. സുവോളജിക്കൽ ഫീൽഡിലെ എല്ലാ ജീവജാലങ്ങൾക്കും സയന്റിഫിക് നെയിംസ് എങ്ങനെ കൊടുക്കണം എന്ന റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് അടങ്ങിയ ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ ഒരു ബുക്കിനെ പറയുന്ന പേരാണ് ICZN. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ is a book containing a set of rules and recommendations on the formal naming of animals. അടുത്തതാണ് ലോ ഓഫ് പ്രയോറിറ്റി. ലോ ഓഫ് പ്രയോറിറ്റി അക്കോർഡിംഗ് ടു ICZN, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ച് അതിനകത്ത് ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ആയിട്ടാണ് റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് എഴുതിയിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 23 പറയുന്നത് ലോ ഓഫ് പ്രയോറിറ്റിയെ കുറിച്ചാണ്. ഒരു ടാക്സോണിന്റെ വാലിഡ് നെയിം എന്ന് പറയുന്നത് ഇസ് ദ ഓൾഡസ്റ്റ് അവൈലബിൾ നെയിം അപ്ലൈഡ് ടു ഇറ്റ്. ആദ്യം വരുന്ന ആൾക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും ആദ്യം കൊടുത്ത പേരാണ് അതിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് സയന്റിഫിക് നെയിം എന്നറിയപ്പെടുന്നു. അത് ആ ഒരു സയന്റിഫിക് നെയിം ആയിരിക്കും എപ്പോഴും വാലിഡ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വാലിഡ് നെയിം ഓഫ് എ ടാക്സോൺ, ദാറ്റ് ഇസ് ദ ഓൾഡസ്റ്റ് അവൈലബിൾ നെയിം അപ്ലൈഡ് ടു ഇറ്റ് ഇസ് കോൾഡ് ആസ് ലോ ഓഫ് പ്രയോറിറ്റി. ഇനി വീണ്ടും നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. In classification, the category below the level of family, ഫാമിലിയോട് താഴെ വരുന്ന കാറ്റഗറി ഇതിൽ ഏതാണ്? ക്ലാസ്, കിങ്ഡം, ഫൈലം, ജീനസ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ സൈഡിൽ ആ ഹൈറാർക്കി അതേ ഓർഡറിൽ എഴുതുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഫാമിലിയുടെ അടിയിൽ വരുന്നത് എന്താണ്. അത് ഓപ്ഷൻ ഡി ജീനസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത്, വിച്ച് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇൻ ലിവിംഗ് കിങ്ഡംസ്. ഇതും ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടാക്സോണമിയിൽ വരുന്നതാണ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ മോളിക്കുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. മോളിക്കുലാർ കഴിയുമ്പോൾ അടുത്തത് സെല്ലുലാർ ലെവലാണ്. അങ്ങനെ കുറെ സെല്ലുലാർ ലെവൽ കൂടി ടിഷ്യൂ ലെവലാകും. ടിഷ്യൂ കഴിയുമ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അത് കഴിഞ്ഞ് ഓർഗൻ സിസ്റ്റം ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അത് കഴിഞ്ഞ് ഓർഗാനിസം ലെവൽ കഴിയുമ്പോഴേക്കുമാണ് പോപ്പുലേഷൻ ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിലിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ മോളിക്കുലാർ ലെവൽ, സെല്ലുലാർ ലെവൽ, പോപ്പുലേഷൻ ലെവൽ, ടിഷ്യൂ ലെവൽ. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അടുത്തത് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ്. ഈ ചോദ്യം ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രോത്ത് ഇൻ പ്ലാന്റ്സിലെ ഗ്രോത്ത് എങ്ങനെയാണ്? ഈസ് ഇറ്റ് ലിമിറ്റഡ്, ലൈഫ് ലോങ്, ഡിഫ്യൂസിബിൾ, അൺലോക്കലൈസ്ഡ്? പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്? ഈസ് ഇറ്റ് ലിമിറ്റഡ്? അല്ല, പ്ലാന്റ് ഗ്രോത്ത് ഇസ് ലൈഫ് ലോങ്. അടുത്തത് 10th question. First botanist who tried to give binomial nomenclature was.
ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന ഉത്തരം വാക്ക് കാണുമ്പോൾ തന്നെ എല്ലാവരും ചാടിക്കേറി കാൾ ലിനയസ് എന്ന് എഴുതും. ഇവിടെ ചോദ്യം ഇതാണ്, ദ ഫസ്റ്റ് ബൊട്ടാനിസ്റ്റ് ഹു ട്രൈ ടു ഗീവ് എ ബൈനോമിയൽ നോമൻക്ലേച്ചർ. സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, ആദ്യമായിട്ട്. എന്നിട്ട് ഓപ്ഷനിൽ കാൾ ലിനയസും കൊടുത്തിട്ടുണ്ട്, കാസ്പർ ബോഹിനും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കാസ്പർ ബോഹിൻ ആണ്. Caspar Bauhin, in his book Pinax Theatri Botanica, which was published in the year 1623, he introduced the practice of naming animals by their genus and species name. And he described around 6,000 species of plants. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ കാസ്പർ ബോഹിൻ ആണ്. ആദ്യം അറ്റംപ്റ്റ് ചെയ്തത് കാസ്പർ ബോഹിൻ ആണ്. എന്തുകൊണ്ട് ചാൾസ് ലിനേയസ് അല്ല? കാരണം ചാൾസ് ലിനേയസ് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചുള്ള ഐഡിയയും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്ത ബുക്ക് സ്പീഷീസ് പ്ലാന്ററം ആണ്. ആൻഡ് ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഇയർ 1753. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് കാസ്പർ ബോഹിൻ ഹി മെയ്ഡ് ദാറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, കാസ്പർ ബോഹിൻ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 11, ടാക്സോൺ. വാട്ട് ഈസ് എ ടാക്സോൺ? ടാക്സോൺ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് സ്പീഷീസ്, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, highest rank in classification, group of closely related organisms. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടാക്സോൺ ഇസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതൊരു റാങ്ക് ആണ്, ഒരു ടാക്സോണമിക്കൽ റാങ്കിനെയാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സ്പീഷീസ് എന്നാകാം, ഫാമിലി എന്നാകാം, ക്ലാസ് എന്നാകാം, ജീനസ് എന്നാകാം. ഈ പറയുന്ന ഓരോ ടേംസും ഓരോ ടാക്സോൺ ആണ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അടുത്തത്, one of the following includes most closely linked organisms. പരസ്പരം ഏറ്റവും കൂടുതൽ ലിങ്ക് ഉള്ള ഓർഗാനിസംസ് ഉടങ്ങുന്ന ഗ്രൂപ്പ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ക്ലാസ്. പരസ്പരം ഏറ്റവും കൂടുതൽ ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് കാണുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അത് സ്പീഷീസ് ആണ് അല്ലെ. സോ സ്പീഷീസ്, ഹൗ വിൽ യു ഡിഫൈൻ സ്പീഷീസ്? ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓർഗാനിസംസ് that consist of similar individuals, closely related അല്ലെങ്കിൽ closely linked organismsന്റെ ഒരു ഗ്രൂപ്പാണ്. മറ്റൊരു പ്രത്യേകത, they are capable of interbreeding or exchanging genes among themselves. അവർ പരസ്പരം ക്ലോസ്ലി ലിങ്ക്ഡ് ആണ് and they are capable of interbreeding. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് സ്പീഷീസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സോൺസ് കവർ എ ഗ്രേറ്റർ നമ്പർ ഓഫ് ഓർഗാനിസംസ്? ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽസിന്റെ നമ്പർ ഉൾപ്പെട്ടിരിക്കുന്ന ടാക്സോൺ ഇതിൽ ഏതാണ്? അതായത് ഏറ്റവും ടോപ്പിലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ, ഫാമിലി, ജീനസ്, ഫൈലം. ഏറ്റവും ടോപ്പിൽ എന്താണ് നമ്മൾ എപ്പോഴും എഴുതുക? കിങ്ഡം ആണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ കിങ്ഡം തന്നിട്ടില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത റാങ്ക് ആയ ഫൈലം നമുക്ക് എഴുതാം. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഓർഗാനിസംസ് എപ്പോഴും മുകളിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഇനി അടുത്തത്, ഇൻബ്രീഡിംഗ് ഇസ് പോസിബിൾ ബിറ്റ്വീൻ 2 മെമ്പേഴ്സ് ഓഫ്. ഇൻബ്രീഡിംഗ് പരസ്പരം സാധ്യമാകുന്നത് ആർക്കിടയിലായിരിക്കും? പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളെ നമ്മൾ പറയുന്നത് സ്പീഷീസ് എന്നാണ്. ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ഇടയിലുള്ള മേറ്റിങ്ങിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ബ്രീഡിംഗ് ഓർ മേറ്റിംഗ് ബിറ്റ്വീൻ ജനറ്റിക്കലി റിലേറ്റഡ് ഓർഗാനിസംസ്. അപ്പോൾ ഓർഡർ അല്ല, ഫാമിലി അല്ല, ജീനസ് അല്ല, പകരം അത് എന്താണ്? സ്പീഷീസ് ആണ്. വാട്ട് ഈസ് സ്പീഷീസ്? എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി ലിങ്ക്ഡ് അല്ലെങ്കിൽ genetically related organisms which are capable of interbreeding is called as species. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. Which of these is correct order of hierarchy? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ സൈഡിൽ എഴുതി നോക്കണം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ ഫൈലം എന്ന വാക്ക് 1-2 എണ്ണത്തിൽ ഇല്ല. പകരം അവിടെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓർഡർ എഴുതി നോക്കുമ്പോൾ ഇതിലെ ബിയും സിയും ഡിയും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? പക്ഷെ ആദ്യത്തേതിന് കറക്റ്റ് ആണ്, പക്ഷെ അവിടെ ഡിവിഷൻ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ വ്യത്യാസം? ബോട്ടണിയില് ഡിവിഷൻ ഇസ് എ ടേം യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫൈലം. ഫൈലത്തിന് പകരം ബോട്ടണിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ഒന്ന് നോക്കുക. കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, family, genus, species. Adile correct order. So the option A is the correct answer. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. Which is not a unit of taxonomic category? ഒരു ടാക്സോണമിക് കാറ്റഗറിയുടെ പേരല്ലാത്തത് ഏത്? സ്പീഷീസ്, ഗ്ലൂമേസിയെ, ക്ലാസ്, ഫൈലം.
ഇതിൽ ഗ്ലൂമേസി ആണ്. ഗ്ലൂമേസിയ എന്ന് പറയുന്നത് മാത്രം അതിൽ ഓഡ് വൺ ഔട്ട് ആയിട്ട് നിൽക്കുന്നു. എന്താണ് ഈ ഗ്ലൂമേസിയ? ഇറ്റ് ഈസ് എ സ്പീഷീസ് നെയിം ഓഫ് എൻ ഓർക്കിഡ്. ബാക്കിയെല്ലാം ഓരോ ടാക്സോണിന്റെ പേരാണ്. ഗ്ലൂമേസി എന്ന് പറയുന്നത് ഒരു ഓർക്കിഡിന്റെ സ്പീഷീസ് നെയിം ആണ്. അടുത്തത്, വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടാക്സോണമി? നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ, ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് ഒരു പുതിയ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഒരു സ്പീഷീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, എവിടെന്നെങ്കിലും കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്തു, അത് പുതിയതാണ് എന്ന് തിരിച്ചറിഞ്ഞു, അതാണ് ഐഡന്റിഫിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്നതിനെയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അതിനെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ തീരുമാനിക്കും, അതാണ് ക്ലാസിഫിക്കേഷൻ. ഏത് ജീനസ് ആണ്, ഏത് ഫൈലമാണ്, ഏത് കിങ്ഡം ആണ്, ഏത് ഓർഡർ ആണെന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് അതിനൊരു സയന്റിഫിക് നെയിം കൊടുക്കുക എന്നുള്ളത്, അതായത് നോമൻക്ലേച്ചർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടാക്സോണമി ഈസ് ഐഡന്റിഫിക്കേഷൻ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടാക്സോണമി? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യലാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് നോമൻക്ലേച്ചർ. അവസാനമാണ് അതിന് സയന്റിഫിക് നെയിം കൊടുക്കുന്നത്. ഇനി അടുത്തത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? R.H. വിറ്റാക്കർ, കാൾ ലിനേയസ്, H.F. കോപ്ലാൻഡ്, ഏർണസ്റ്റ് ഹെക്കൽ. Answer is option A, R.H. വിറ്റാക്കർ. റോബർട്ട് വിറ്റാക്കർ ഓർ R.H. വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് അദ്ദേഹം ജീവജാലങ്ങളെ 5 വ്യത്യസ്ത കിങ്ഡം ആയിട്ട് അറേഞ്ച് ചെയ്തു. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? ഏറ്റവും ആദ്യത്തേത് കിങ്ഡം മൊണീറ. എല്ലാത്തരം ബാക്ടീരിയകളും പ്രോകാരിയോട്ടുകളും ഉൾപ്പെടുന്നതാണ് കിങ്ഡം മൊണീറ. ആർക്കി ബാക്ടീരിയ, ട്രൂ ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, ഇങ്ങനെ 3 വിഭാഗങ്ങളാണ് കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്നത്. അവരെല്ലാവരും പ്രോകാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ആണ്. അടുത്ത കിങ്ഡം കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. എല്ലാ പ്രോട്ടോസോവൻസ്, അമീബ, പാരമേസിയം, യൂഗ്ലീന, അവരെല്ലാവരും ഉൾപ്പെടുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റയും യൂണിസെല്ലുലാർ ആണ്, പക്ഷെ അവർ യൂകാരിയോട്ടുകളാണ്. അടുത്ത വിഭാഗം കിങ്ഡം ഫംഗൈ ആണ്. കിങ്ഡം ഫംഗൈ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, യൂകാരിയോട്ടിക് ആണ്, ബട്ട് ദേ ആർ നോൺ ഫോട്ടോസിന്തറ്റിക്. അവരെല്ലാവരും സാപ്രോഫൈറ്റ്സ് ആയിരിക്കും. അതായത് എല്ലാത്തരം മഷ്റൂംസും മോൾഡും ഒക്കെ ഉൾപ്പെടുന്ന, ഈസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് കിങ്ഡം ഫംഗൈ. അടുത്തത് കിങ്ഡം പ്ലാന്റ്. എൻറ്റയർ പ്ലാന്റ് വേൾഡ് മൾട്ടി സെല്ലുലാർ, യൂകാരിയോട്ടിക്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളവരാണ് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്നത്. അടുത്തത് കിങ്ഡം അനിമാലിയ. അനിമാലിയ എന്ന് പറയുമ്പോൾ ഇവിടെ അവര് ദേ ആർ മൾട്ടി സെല്ലുലാർ, ദേ ആർ യൂകാരിയോട്ടിക്, ദേ ആർ നോൺ ഫോട്ടോസിന്തറ്റിക്, ദാറ്റ് മീൻസ് ദേ ആർ ഹെട്രോട്രോഫ്സ്. അങ്ങനെയുള്ളവരാണ് അടുത്ത ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി കാൾ ലിനേയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റത്തിന്റെ പേരെന്താണ്? അത് 2 കിങ്ഡം ആണ്. അദ്ദേഹം ജീവജാലങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമാലിയ എന്ന് ഡിവൈഡ് ചെയ്തു. ഏർണസ്റ്റ് ഹെക്കലോ? ഏർണസ്റ്റ് ഹെക്കൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കോപ്ലാൻഡിന്റേത് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 4 കിങ്ഡം. അടുത്തത് വിറ്റാക്കറിന്റേതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ടാക്സോണമി ക്ലാസ് കംസ് ഇൻ ബിറ്റ്വീൻ. അപ്പൊ എഗെയിൻ ഈ ചോദ്യം കാണുമ്പോൾ എന്ത് ചെയ്യണം? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന സൈഡിൽ എഴുതുക. ക്ലാസ് ഏതിന്റെയൊക്കെ ഇടയിലാണ് വരുന്നത്? ഫൈലത്തിന്റെയും ഓർഡറിന്റെയും ഇടയിലാണ് ക്ലാസ് വരുന്നത്. അടുത്തത് ടാക്സോൺ ഇൻക്ലൂഡ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ടാക്സോൺ എന്ന് നോക്കാം. ജീനസ് ആൻഡ് സ്പീഷീസ്, കിങ്ഡം ആൻഡ് ഡിവിഷൻ, ഓൾ റാങ്ക്സ് ഓഫ് ഹൈറാർക്കി, നൺ ഓഫ് ദ എബവ്. ഇതിൽ എന്താണ് ടാക്സോൺ എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റാങ്ക്സ് ഓഫ് ഹൈറാർക്കി. ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റാങ്കിനെയും ടാക്സോൺ എന്നാണ് പറയുന്നത്. 21. ബൈനോമിയൽ നോമൻക്ലേച്ചർ റെഫേഴ്സ് ടു ഡാഷ്. എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? ഒരു ജീവജാലത്തിന് സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ അതിൽ 2 ടേംസ് ഉണ്ടായിരിക്കണം. ഒരു സ്പീഷീസ് നെയിമും ഒരു ജീനസ് നെയിമും. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നെയിമിംഗ്, ഗിവിംഗ് 2 names ഫോർ എ സ്പീഷീസ്. ഒരു സ്പീഷീസിന് 2 പേര് കൊടുക്കുന്നതിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഒരു പേര് ജീനസ് നെയിമും മറ്റൊന്ന് സ്പീഷീസ് നെയിമും ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ ക്വസ്റ്റ്യൻ ബി, ഓപ്ഷൻ ബി ഒന്ന് നോക്കി, ഒരു സ്പെസിഫിക് നെയിമും ഒരു ലോക്കൽ നെയിമും, അതല്ല, അത് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ല. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 words ഫോർ ദ നെയിം ഓഫ് എ സ്പീഷീസ്.
രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹോമോ സാപ്പിയൻസ് മോഡേൺ മാനിന്റെ സയന്റിഫിക് നെയിമാണ്. ഇതിൽ ഹോമോ എന്ന വാക്ക് ജീനസ് നെയിമും സ്പീഷീസ് എന്ന സാപ്പിയൻസ് എന്നത് സ്പീഷീസ് നെയിമുമാണ്. അടുത്ത മാൻജിഫെറ ഇൻഡിക്ക മാവിന്റെ സയന്റിഫിക് നെയിമാണത്. മാൻജിഫെറ ജീനസ് നെയിമും ഇൻഡിക്ക എന്ന് പറയുന്ന അതിന്റെ സ്പീഷീസ് നെയിമുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. കാൾ ലിനേയസ് ഇസ് ഫേമസ് ഫോർ ഡാഷ്. കാൾ ലിനേയസ് എന്തിനാണ് ഫേമസ് ആയിരിക്കുന്നത്? Coining the term systematics, introducing binomial nomenclature, giving all natural system of classification. ഈ ഒരു ആൻസർ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിയ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന പേര് എഴുതി. പക്ഷെ അത് മാത്രമല്ല, കാൾ ലിനേയസിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് ഹി കോയിൻഡ് ദ ടേം സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്ന പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. അതുപോലെ ഹി ഗേവ് ഓൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും കാൾ ലിനേയസ് ആണ്. അതായത് പ്ലാന്റ് കിങ്ഡേ, ആനിമൽ കിങ്ഡേ എന്ന് ഡിവൈഡ് ചെയ്തില്ലേ, അത് കാൾ ലിനേയസ് ആണ്. അപ്പൊ ഇതോട് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു പേരാണ് ടാക്സോണമി. സിസ്റ്റമാറ്റിക്സ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിനേയസ് ആണെങ്കിൽ ടാക്സോണമി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് AP ഡെ കൻഡോളയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടാക്സോണമി എന്ന പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് AP ഡെ കൻഡോളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ട്രൂ സ്പീഷീസ് ആർ ഡാഷ്. ഇന്റർബ്രീഡിംഗ്, ഷെയറിംഗ് ദ സെയിം നിഷ്, ഫീഡിംഗ് ഓൺ ദ സെയിം ഫുഡ്, റിപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. ട്രൂ സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ സ്പീഷീസ് എന്ന് പറയുന്നത് അവർ പരസ്പരം മാത്രമേ ഇന്റർബ്രീഡ് ചെയ്യുള്ളൂ. അവരിൽ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് ഒക്കെ വയബിൾ ആയിരിക്കും. അതായത് സ്റ്റെറൈൽ അല്ല, ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ആയിരിക്കും, വയബിൾ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ട്രൂ സ്പീഷീസ് എന്ന് പറയുന്നത്. അവർ റിപ്രൊഡക്റ്റീവ്ലി മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിരിക്കും. അവർക്ക് വേറെ ആരുമായിട്ട് അവർ റിപ്രൊഡ്യൂസ് ചെയ്യോ മേറ്റ് ചെയ്യോ ഒന്നും ചെയ്യില്ല. ദേ ഇന്റർബ്രീഡ് ഓൺലി വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ പ്രൊഡ്യൂസ് വയബിൾ ഓസ്പ്രിങ്സ്, ഫെർട്ടൈൽ ഓസ്പ്രിങ്സിനെ ഉണ്ടാക്കും. അത് എൻ്റെ ഉത്തരം. ട്രൂ സ്പീഷീസ് എന്ന് പറയുന്നത് ദേ ആർ റിപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്? സ്പീഷീസ്, സബ്സ്പീഷീസ്, ക്ലാസ്, ജീനസ്. ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഷീസ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ അതിന്റെ താഴെയുള്ള ഒരാളെ തന്നിട്ടുണ്ട്, സബ് സ്പീഷീസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഉത്തരം എന്തായിരിക്കും? സബ് സ്പീഷീസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഹൂ കോയിൻഡ് ദ ടേം ടാക്സോണമി? ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ AP ഡെ കൻഡോളെ ആണ്. ഹൂ കോയിൻഡ് ദ ടേം ടാക്സോണമി? AP ഡെ കൻഡോളെ. അങ്ങനെയാണെങ്കിൽ മറ്റു ഓപ്ഷൻസ് നോക്കാം. വാക്സ്മാൻ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഹി ഡിസ്കവേർഡ് ദ ആന്റിബയോട്ടിക് കോൾഡ് ആസ് സ്ട്രെപ്റ്റോമൈസിൻ ആൻഡ് ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ആൻഡ് മെഡിസിൻ. വാക്സ്മാൻ ആണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. ല്യൂവൻഹോക്ക് ആദ്യത്തെ ഫസ്റ്റ് ലിവിംഗ് സെൽ ഐഡന്റിഫൈ ചെയ്തത് ആന്റൺ വോൺ ല്യൂവൻഹോക്ക് ആണ്. ആൻഡ് ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മൈക്രോബയോളജി. ലൂയി പാസ്റ്റർ വാക്സിനേഷൻ, ഫെർമെന്റേഷൻ, പാസ്ചറൈസേഷൻ മുതലായ മേഖലകളിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയ സയന്റിസ്റ്റ് ആണ് ലൂയി പാസ്റ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 26. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഷീസ്, പോപ്പുലേഷൻ, ക്ലാസ്, ഫാമിലി. ആൻസർ എന്താണ്? അത് സ്പീഷീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഷീസ് ആർ കൺസിഡേർഡ് ആസ് ഡാഷ്. സ്പീഷീസ് ആർ കൺസിഡേർഡ് ആസ്, they are considered as basic unit of classification, lowest unit of classification, artificial concept of human mind, real unit of classification. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതൊരു ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്തത്, the living organisms can be exceptionally distinguished from the non-living things on the basis of their ability for. ലിവിങ് തിങ്സിന്റെ ഒരു ബേസിക് എബിലിറ്റി എന്താണ്? They interact with environment and they undergo progressive evolution. Reproduction നമുക്ക് പറയാൻ പറ്റില്ല, ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക്. പക്ഷെ എല്ലാ ഓർഗാനിസംസും റിപ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാത്ത മനുഷ്യരും ഇല്ലേ, കുട്ടികളില്ലാത്തവർ, അവരെന്താ ലിവിങ് തിങ്സ് അല്ലേ? ഗ്രോത്ത് ആൻഡ് മൂവ്മെന്റ്. ചില ഓർഗാനിസംസിനൊന്നും മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഹൈഡ്ര ഒക്കെ ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിച്ച് വളരുന്നവരാണ്. സ്പോഞ്ചസ്, അതിനൊന്നും മൂവ്മെന്റ് ഇല്ല. റെസ്പോൺസീവ് ടു ടച്ച്, ചില ജീവികൾക്ക് റെസ്പോൺസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എവറി ഓർഗാനിസം ഇന്ററാക്ട് വിത്ത് ദ എൻവയോൺമെന്റ്. അതാണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. Two plants can be conclusively said to belong to the same species if they have. രണ്ട് പ്ലാന്റ്സിനെ നമ്മുടെ കയ്യിൽ കിട്ടി, ഇത് സെയിം സ്പീഷീസ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? More than 90% similar genes, look similar and possess identical secondary metabolites, have same number of chromosomes, can reproduce freely with each other and form seeds. Species എന്ന് പറയുമ്പോൾ ആ ഡെഫിനേഷൻ തന്നെ എങ്ങനെയാണ്? They interbreed and they produce viable offsprings. അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ്. അവർക്ക് പരസ്പരം റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വളരെ വയബിൾ ആയിട്ടുള്ള സീഡ്സ് ഉണ്ടാവുകയും വേണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. Natural system of classification was given by dash. Linnaeus, Hutchinson, Bentham and Hooker, Haeckel. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാൻ കിങ്ഡത്തിലെ ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത് ബെന്തം ആൻഡ് ഹുക്കർ ആണ്. ബെന്തം ആൻഡ് ഹുക്കർ ഇൻട്രൊഡ്യൂസ് ദ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ നാച്ചുറൽ സിസ്റ്റം? ബെന്തം ആൻഡ് ഹുക്കർ they divided the plant kingdom into two divisions. നമ്മൾ നേരത്തെ പറഞ്ഞു ബോട്ടണിയിൽ ഫൈലത്തിന് പകരം ഉപയോഗിക്കുന്ന ടേം ആണ് ഡിവിഷൻ. രണ്ട് ഡിവിഷൻസ് ആയിട്ട് അവർ അതിനെ ഡിവൈഡ് ചെയ്തു. ക്രിപ്റ്റോഗാംസ് ആൻഡ് ഫെനേറോഗാംസ്. ക്രിപ്റ്റോഗാംസ് എന്ന് പറഞ്ഞാൽ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, ഫെനേറോഗാംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ബെന്തം ആൻഡ് ഹുക്കർ പ്ലാൻ കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്ത് ആ ഒരു മെത്തേഡിനെയാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലിനേയസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചറും ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും. ഹച്ചിൻസന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഹി യൂസ്ഡ് റേഡിയോ ഐസോട്ടോപ്സ് ആസ് ട്രേസേഴ്സ്. നമ്മൾ ബയോകെമിസ്ട്രിയിലൊക്കെ പലപ്പോഴും ട്രേസേഴ്സ് ഒക്കെ ഉപയോഗിക്കും, ബയോടെക്നിക്കിലൊക്കെ. അങ്ങനെ റേഡിയോ ഐസോട്ടോപ്സിനെ യൂസ് ചെയ്തതാണ് ഹച്ചിൻസൺ. ഹെക്കൽ എവല്യൂഷനിലെ റീക്യാപിറ്റുലേഷൻ തിയറി, ഓൺടോജനി റിപ്പീറ്റ്സ് ഫൈലോജനി എന്ന റീക്യാപിറ്റുലേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ഏർണസ്റ്റ് ഹെക്കൽ ആണ്. ഏർണസ്റ്റ് ഹെക്കൽ. ഇനി അടുത്തത് ജൂലിയൻ ഹക്സ്ലി ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് വിച്ച് സിസ്റ്റമാറ്റിക്സ്. ജൂലിയൻ ഹക്സ്ലി ടാക്സോണമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ന്യൂ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ നിയോ സിസ്റ്റമാറ്റിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. സോ ജൂലിയൻ ഹക്സ്ലി ഇസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് ന്യൂ സിസ്റ്റമാറ്റിക്സ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ചില പ്രധാനപ്പെട്ട ടേംസ് ഉണ്ട്. ഒന്ന് ന്യൂമറിക്കൽ ടാക്സോണമി ആണ്. What is numerical taxonomy? It is a method of classification of organisms based upon their characteristics by numerical method. അതായത് രണ്ട് ജീവികൾ തമ്മിലുള്ള, നമ്മുടെ കയ്യിൽ രണ്ട് വ്യത്യസ്ത ജീവികളെ കിട്ടിയിട്ടുണ്ട്. ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ക്യാരക്ടറൈസ് ചെയ്ത് ന്യൂമറിക്കൽ മെത്തേഡിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്പേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നമ്പർ ചെയ്യാണ്, സിമിലാരിറ്റീസും ഡിഫറൻസസും ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ രണ്ട് ഗ്രൂപ്പ് ടാക്സോണമി ക്ലാസിഫൈ ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. അടുത്തത് ക്ലാഡിസ്റ്റിക്സ്. ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിനും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഗ്രൂപ്പ് ഓഫ് കോമൺ ആൻസെസ്റ്റർ ഇസ് കോൾഡ് ആസ് എ ക്ലാഡ്. സോ ഹിയർ സ്പീഷീസ് ആർ ഐഡന്റിഫൈഡ് യൂസിങ് ദീസ് ക്ലാഡ്സ്. ഒരു കോമൺ ആൻസെസ്റ്ററിനെ ഉപയോഗിച്ച് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ ക്ലാഡ്? ഇറ്റ് ഇസ് എ കറന്റ് കോമൺ ആൻസെസ്റ്റർ ഓഫ് എ ഗ്രൂപ്പ് ഇസ് കോൾഡ് ആസ് എ ക്ലാഡ്. അടുത്തതാണ് ഫീനറ്റിക്സ്. ഫീനറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു ഐഡന്റിഫൈ സ്പീഷീസ് യൂഷ്വലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോർഫോളജി. പുറമേയുള്ള ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറമേ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലോ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫീനറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എവല്യൂഷൻ കണക്കിലെടുക്കുന്നില്ല. ഫൈലോജനി അല്ലെങ്കിൽ എവല്യൂഷൻ കണക്കിലെടുക്കാതെ പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഫീനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് മോളിക്കുലാർ ടാക്സോണമി. മോളിക്കുലാർ എന്ന് പറയുമ്പോൾ ഓരോ ജീവിയുടെയും ശരീരത്തിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ഉണ്ട്. അതായത് എസ്പെഷ്യലി DNA, പ്രോട്ടീൻസ്, ഇത്തരം ബയോമോളിക്യൂൾസിന്റെ കമ്പാരിസൺ ഉപയോഗിച്ച് ടാക്സോണമി ചെയ്യുന്നതിനെയാണ് മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. സോ ഇറ്റ് മേക്സ് യൂസ് ഓഫ് മോളിക്യൂൾസ്, ബയോമോളിക്യൂൾസ്, എസ്പെഷ്യലി DNA, ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസിങ് ഒക്കെ ഉപയോഗിച്ച് ടാക്സോണമി ചെയ്യുന്നതിനെയാണ് മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം.
DNA, RNA, സെൽ, പ്രോട്ടീൻ. ഇത് കേൾക്കുമ്പോൾ പലർക്കും DNA എഴുതാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ ദ കറക്റ്റ് ആൻസർ ഇസ് സെൽ. ഒരു ലിവിങ് എൻറ്റിറ്റി എന്ന് പറയുന്നത് സെല്ലാണ്. കംപ്ലീറ്റ് ലിവിങ് എൻറ്റിറ്റി എന്ന് പറയുന്നത് സെല്ലാണ്. സോ ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. വാട്ട് ഇസ് ട്രൂ നെയിം? ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സയന്റിഫിക് നെയിം എഴുതുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ട്രൂ സയന്റിഫിക് നെയിം ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മാൻജിഫെറ ഇൻഡിക്ക. എങ്ങനെയാണ് ഒരു സയന്റിഫിക് നെയിം എഴുതേണ്ടത്? സ്പീഷീസ് നെയിം ഉണ്ടായിരിക്കണം, ജീനസ് നെയിം ഉണ്ടായിരിക്കണം. ദ ടു നെയിംസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ലെറ്റർ സ്പേസ്. രണ്ടിന്റെ ഇടയിൽ ഒരു സിംഗിൾ ലെറ്റർ സ്പേസ് ഉണ്ടായിരിക്കണം. ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ബാക്കി ഫോളോഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. സ്പീഷീസ് നെയിം കംപ്ലീറ്റ് ആയിട്ട് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. ടൈപ്ഡ് അല്ലെങ്കിൽ പ്രിന്റഡ് മാറ്ററിലാണെങ്കിൽ അത് എപ്പോഴും ഇറ്റാലിക്സിലായിരിക്കണം. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് വരുന്ന കറക്റ്റ് റെപ്രസെന്റേഷൻ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ടാക്സോണമിക് കാറ്റഗറി അറേഞ്ച് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? നമുക്ക് കുറെ ടാക്സോണമിക് കാറ്റഗറി ഉണ്ട്, അതൊരു ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു റെപ്രസെന്റേഷനെ എന്താണ് വിളിക്കുന്നത്? ഇസ് ഇറ്റ് കീ, ഹൈറാർക്കി, ടാക്സോൺ ഓർ ടാക്സോണമിക് കാറ്റഗറി? ആൻസർ ഇസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹൈറാർക്കി ഓഫ് ടാക്സോണമി. ടാക്സോണമിക്കൽ ഹൈറാർക്കി ആണ് ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്. ഇനി അടുത്തത്, കോമൺ നെയിം ആൻഡ് ജീനസ് നെയിം ആർ സ്പീഷീസ് ഇൻ ദ ഡാഷ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെയൊക്കെ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആയിട്ട് വരുന്നുണ്ട്? ആദ്യത്തേത് മാൻജിഫെറയാണ്. കംപ്ലീറ്റ് നെയിം നമുക്കറിയാം, മാൻജിഫെറ ഇൻഡിക്കയാണ്. സ്പീഷീസ് നെയിമും ജീനസ് നെയിമും ഡിഫറെൻ്റ് ആണ്. അടുത്ത സിയ. സിയ എന്ന് പറയുന്നത് സിയ മെയ്സ് ആണ്. ZEAMAYS. സിയ മെയ്സ് എന്ന് പറയുന്നത് അതൊരു കോൺ വെറൈറ്റിയാണ്. ഗ്രാസ് ഫാമിലിയിലെ ഒരു കോൺ ആണ് സിയ മെയ്സ്. അടുത്തത് റാന. ഫ്രോഗുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. റാന ഹെക്സാഡാക്ടൈല എന്ന് പറയുന്നത് ഫ്രോഗിന്റെ സയന്റിഫിക് നെയിമാണ്. അടുത്തത് ഗൊറില്ല. ഗൊറില്ലയുടെ സയന്റിഫിക് നെയിം എന്താ? ഗൊറില്ല എന്നാണ്. അതായത് ഇവിടെ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആയിട്ട് വന്നിരിക്കുന്നത് ഗൊറില്ലയുടെ മാത്രമാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 36. ദ സ്മോളസ്റ്റ് ടാക്സോൺ എമംഗ് ദ ഫോളോയിങ് ഇസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് ടാക്സോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് ടാക്സോൺ എപ്പോഴും സ്പീഷീസ് ആയിരിക്കും. സ്പീഷീസ് സ്മോളസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. ടാക്സോണമിക്കലി എ സ്പീഷീസ് ഇസ് ഡാഷ്. ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Taxonomically, a species is a fundamental unit in the phylogeny of organisms. ഓർഗാനിസത്തിന്റെ എവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ ഫൈലോജനിയിലെ ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഓർഗാനിസംസ് വിച്ച് ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ഓർ ജനറ്റിക്കലി റിലേറ്റഡ് and they can interbreed with each other and produce viable offsprings. ഇതാണ് സ്പീഷീസിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. Systema Naturae was written by Linnaeus as a list of dash. എന്താണ് ഈ Systema Naturae? കാൾ ലിനേയസ് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് എഴുതി പബ്ലിഷ് ചെയ്ത ബുക്കാണ് സിസ്റ്റമാ നാച്ചുറ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം 4200 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ദ അഡ്വാൻറ്റേജ് ഓഫ് സിസ്റ്റമാറ്റിക്സ് ഇസ് ദാറ്റ്. എന്താണ് സിസ്റ്റമാറ്റിക്സ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? അതായത് നമ്മളിങ്ങനെ ഓർഗാനിസത്തിനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് പേരൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? One thing, it gives an idea of organic diversity. Biodiversity കുറിച്ച് വളരെ ക്ലിയർ ഐഡിയ കിട്ടും. And it gives an idea about the origin and evolution of plants and animals. Then it is complementary to other branches of biology. കാരണം മറ്റ് ബ്രാഞ്ചസ് ഇപ്പോൾ മോളിക്കുലർ ടാക്സോണമി ആയാലും ജെനറ്റിക്സ് ആയാലും ഇതിനൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ഉണ്ട്. ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് അങ്ങനെയുള്ള ബ്രാഞ്ചസിനോടൊക്കെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. Then these informations in the systematics can be utilized in other fields like agriculture, medical field, veterinary science. ഇതിലൊക്കെ സിസ്റ്റമാറ്റിക്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഫീൽഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ദ അഡ്വാൻറ്റേജ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻസർ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. ക്ലാസിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് എന്താണ്?
ക്ലാസിക്കൽ ടാക്സോണമി ഇസ് ഓൾസോ കോൾഡ് ആസ് സിസ്റ്റമാറ്റിക്സ്. നമ്മുടെ കാൾ ലിനേയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാറ്റിക്സിനെയാണ് ക്ലാസിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൽഫ ടാക്സോണമി. എന്താണ് ആൽഫ ടാക്സോണമി? ആൽഫ ടാക്സോണമി ഡീൽസ് വിത്ത് ക്ലാസിക്കൽ ടാക്സോണമി, കീമോ ടാക്സോണമി, ഫൈലോജനി, എക്സ്പെരിമെന്റൽ ടാക്സോണമി. ആൽഫ ടാക്സോണമി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനദർ നെയിം ഫോർ ക്ലാസിക്കൽ ടാക്സോണമി. അതായത് നമ്മുടെ കാൾ ലിനേയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതേ സിസ്റ്റമാറ്റിക്സ് തന്നെ, അതേ ടാക്സോണമി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ഈ ക്ലാസിക്കൽ ടാക്സോണമി? ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് ഓർഗാനിസംസിനെ ഫൈൻഡിങ്, നെയിമിങ് ആൻഡ് ഡിസ്ക്രൈബിങ് ഓഫ് ഓർഗാനിസംസ്. ഓരോ ജീവികളെ കണ്ടെത്തുക, അതിന് പേര് കൊടുക്കുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആൽഫ ടാക്സോണമി എന്ന ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തതാണ് ബീറ്റ ടാക്സോണമി. ഇവിടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ ഗ്രൂപ്പ്സ് ആൻഡ് ബയോളജിക്കൽ ക്ലാസ്സസ് ആണ് ബീറ്റ ടാക്സോണമിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുന്നതാണ് ബീറ്റ ടാക്സോണമി. അടുത്ത ഗാമ ടാക്സോണമി എന്ന് പറയുന്നത് ഓർഗാനിസംസിന്റെ എവല്യൂഷണറി പ്രോസസ്സും പാറ്റേൺസും ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഗാമ ടാക്സോണമി. ആൽഫ ടാക്സോണമി, ബീറ്റ ടാക്സോണമി ആൻഡ് ഗാമ ടാക്സോണമി. അങ്ങനെ 3 ലെവൽസ് ഓഫ് ടാക്സോണമി ഉണ്ട്. അതിൽ ആൽഫ ടാക്സോണമി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ക്ലാസിക്കൽ ടാക്സോണമി. അടുത്തത് one of the best method for understanding general relationship of the plants. പ്ലാന്റ്സിന്റെ ജനറൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡാണ്? സൈറ്റോ ടാക്സോണമി, എക്സ്പെരിമെന്റൽ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, കീമോ ടാക്സോണമി. ഇതിന്റെ കറക്റ്റ് ആൻസർ കീമോ ടാക്സോണമിയാണ്. അതായത് ഓരോ ജീവിയുടെയും ശരീരത്തിലുള്ള കെമിക്കൽസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ടാക്സോണമിയാണ് കീമോ ടാക്സോണമി എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിൽ കുറെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ ഉണ്ട്. പല കെമിക്കൽ സബ്സ്റ്റൻസസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് കീമോ ടാക്സോണമി എന്ന് പറയുന്നത്. സോ പ്ലാന്റ്സിന്റെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് കീമോ ടാക്സോണമിയാണ്. 43rd question. In taxonomic key, acceptance of one and rejection of other statement is done to get the result. These statements are called dash. നമ്മൾ ടാക്സോണമിക് കീ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടാക്സോണമിക് കീയിൽ ഇവിടെ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റിനോടനുസരിച്ച് ഒരു 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒരെണ്ണത്തിനെ ആക്സെപ്റ്റ് ചെയ്യും, ഒരെണ്ണത്തിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ മെയിൻ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ സ്റ്റേറ്റ്മെന്റ് ഇസ് കോൾഡ് ആസ് എ ലീഡ്. ഇനി അതിന് 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ദ മെയിൻ സ്റ്റേറ്റ്മെന്റ് ഇസ് കോൾഡ് ആസ് എ ലീഡ്. സോ ലീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് ടാക്സോണമിക് കീയിലാണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് റിജക്ഷൻ ഓഫ് ദ അനദർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസെക്റ്റിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ടാക്സോണമിക് കീ ഉപയോഗിക്കും. ഇൻസെക്റ്റ് ഐഡന്റിഫിക്കേഷനിൽ ഒരു പോയിന്റ് ഇങ്ങനെയാണ്, ഹാവ് വിങ്സ്. ഓക്കെ, ഹാവ് വിങ്സിന്റെ എന്ന് പറയുന്ന ലീഡിന്റെ അടിയിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, 2 വിങ്സ്, 4 വിങ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സ്പെസിമെൻ ഇപ്പൊ ഒരു ഹൗസ് ആണെന്ന് വിചാരിക്കാം. ഹൗസ് ഫ്ലൈ നമ്മൾ എടുത്ത് നോക്കും. ഓക്കെ, 2 വിങ്സ്. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആക്സെപ്റ്റ് ചെയ്യും, സെക്കൻഡ് ഓപ്ഷൻ 4 വിങ്സ് എന്ന ഓപ്ഷനെ നമ്മൾ റിജക്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഹാവ് വിങ്സ് എന്നതായിരുന്നു. ഈ ഹാവ് വിങ്സ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ ലീഡ് എന്ന് പറയുന്നത്. അതിന് 2 ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ഇനി അടുത്തത്, ടാക്സോണമിക് കീ ഈസ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ബേസിക്കലി ഇൻ പെയർ. ടാക്സോണമിക് കീ തന്നെ പല ടൈപ്പ് ടാക്സോണമിക് കീ ഉണ്ട്. എപ്പോഴും 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തന്നിരിക്കുന്ന രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ്സ് എങ്കിൽ അത്തരം കീയെ കപ്ലറ്റ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാവ് വിങ്സ്, വിങ്സ് ആബ്സെന്റ്. ഇത് 2 കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് അല്ലെ. ഇൻസെക്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു കീയിൽ പറയുന്ന ഒരു ടേം ഇങ്ങനെയാണ്, ഹാവ് വിങ്സ്, വിങ്സ് ഉണ്ട്. അടുത്ത അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ്, കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, വിങ്സ് ആബ്സെന്റ്. അപ്പൊ ഇവിടെ കോൺട്രഡിക്ടറി ആണ്. ഇതിനെ കപ്ലറ്റ് എന്നാണ് പറയുന്നത്. കപ്പിൾ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന പോലെ കപ്ലറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അടുത്തത്, ഇവിടെ ഓരോന്നും ഇനി ഹാവ് വിങ്സ് എടുക്കുമ്പോൾ തന്നെ അതിൽ വീണ്ടും 2 സ്റ്റേറ്റ്മെന്റ് വരും, 2 വിങ്സ്, 4 വിങ്സ്. അതും കോൺട്രഡിക്ടറി ആണ്. ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇനി അടുത്തത്,
Which of the following device is used by biologists to figure out an unknown organism? നമുക്ക് തന്നിരിക്കുന്നതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് ഒരു അൺനോൺ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കുക? ടാക്സോണമിക് അനാറ്റമിക്കൽ പാർട്ട്, ടാക്സോണമിക് പാർട്ട്, വിസിബിൾ സെൻസേഴ്സ്, നാഷണൽ പാർക്ക്. ഒരു ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എപ്പോഴും ടാക്സോണമിക് പാർട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, ടാക്സോണമിക് പാർട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതോടനുബന്ധിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ എല്ലാ ടൈപ്പും ഒക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്താതെയായി പോകും. അറ്റ്ലീസ്റ്റ് എല്ലാ ഫൈലത്തിൻ്റെയും ഓരോ എക്സാമ്പിൾസ് മാത്രം പഠിച്ചു വെക്കുക, അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സും ഓരോ എക്സാമ്പിളിൻ്റെ പേരും മാത്രം പഠിക്കുക. ഇനി അപ്ലൈഡ് സുവോളജിയിലാണെങ്കിൽ എപ്പികൾച്ചർ, സെറികൾച്ചർ മുതലായ ടേംസ് എന്തൊക്കെയാണ് എന്നൊന്ന് പഠിക്കുക. ഹണി ബിയെ കുറിച്ച് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇനി മോഡേൺ ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പം നമ്മളിന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഹോമോണമി, സിനോണമി, അങ്ങനെയുള്ള പേര്, ക്ലാഡിസ്റ്റിക്സ്, ഇത്തരം ടേംസ് ഒക്കെ കുറച്ച് പ്രാധാന്യത്തോടു കൂടി നോക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും മോഡ്യൂൾ 1 ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിക്കൽ ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ഇന്ന് ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റു വിഷയങ്ങൾ നമുക്ക് ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെറ്റ് ഏകദേശം ജൂലൈ മാസത്തോടു കൂടി നമുക്ക് സെറ്റ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സെറ്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വളരെ കുറച്ച് സമയമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇന്നിപ്പോൾ മെയ് 21 മെയ് കഴിഞ്ഞിട്ട് ഇനി ഒരു 10 ദിവസം കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ജൂണ്, അപ്പോൾ ഒരു 30 ദിവസം, ഏകദേശം ഒരു 10-50 ദിവസത്തിനുള്ളിൽ നമ്മൾ എക്സാമിന് തയ്യാറാകുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. നമ്മുടെ മുന്നിലാണെങ്കിൽ പഠിച്ചു തീർക്കാൻ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സിലബസും ഉണ്ട്. സിലബസ് ഇതുവരെ പ്രിന്റ് എടുത്തിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ LBSന്റെ സൈറ്റിൽ കയറി സെറ്റിന്റെ സുവോളജി സിലബസ് ഇതുപോലെ പ്രിന്റ് എടുത്ത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കണം. അതാണ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ പ്രിപ്പറേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ ചാപ്റ്റേഴ്സും എടുത്ത് ഒരു ലൈൻ പോലും വിടാതെ ഇരുന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പഠനം എങ്ങും എത്താൻ പോകുന്നില്ല. ഓരോ ചാപ്റ്റേഴ്സിലും ചില പ്രധാനപ്പെട്ട ടേംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടായിരിക്കും. ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ നിങ്ങളുടെ പഠന അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം ഏത് ഭാഗത്തെ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, ഏതൊക്കെ ഭാഗം നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് സെലക്ട് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് പഠിക്കുക. അതാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. ഒരു 2 വർഷത്തെ MSc കോഴ്സ് കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് സിലബസ് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ സാധിക്കും. പക്ഷെ അതുപോലെയല്ല ഒരു 6 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ്, അല്ലെങ്കിൽ ഒരു വെറും 1.5 മാസത്തെ ക്രാഷ് കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഈ ഒരു സമയത്ത് എൻ്റെയർ നോട്ട് കുത്തിയിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠനം എങ്ങും എത്തിക്കാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക, മോഡൽ എക്സാംസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. എൻട്രി ആപ്പ് ഇതിനൊക്കെ പറ്റിയ വിപുലമായ കോച്ചിങ് എൻട്രി ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എൻട്രി ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എൻട്രി ആപ്പിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആകും. അത് ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ 7 ഡിഫറെന്റ് കാറ്റഗറീസ് കാണാം. അതിൽ ടീച്ചിങ് എക്സാംസ് എന്ന കാറ്റഗറി എടുക്കുക. ടീച്ചിങ് എക്സാംസ് എന്ന കാറ്റഗറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും സബ് ഡിവിഷൻസ് കാണും. സെറ്റ്, കേടെറ്റ്, HSA, HSST എന്ന പല കാറ്റഗറീസ് കാണും. അതിൽ സെറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സെറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് താഴേക്ക് 14ഓളം ഡിഫറെന്റ് സബ്ജക്ട്സ് കാണും. അതിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് സബ്ജക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡേ 1 മുതലുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. ഓൾറെഡി ക്ലാസ്സുകൾ റണ്ണിങ് ആണ്. ആപ്പിനകത്ത് ഓൾറെഡി ക്ലാസ്സുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ജോയിൻ ചെയ്താൽ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാൻ പറ്റുമോ? ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും കാണാം. എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഡേ 100ലാണ് ജോയിൻ ചെയ്യുന്നത്, എന്നാലും സാരമില്ല, ആദ്യത്തെ 100 ദിവസത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും.
അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനറൽ പേപ്പറിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ജനറൽ പേപ്പറിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത, ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. PPT ഉപയോഗിച്ച്, ഡിജിറ്റൽ ബോർഡ് ഉപയോഗിച്ച്, ഫിഗേഴ്സ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അധ്യാപകർ എടുക്കുന്നത്. അതുകൂടാതെ ഓരോ വീഡിയോനൊപ്പം തന്നെ അതാത് വീഡിയോന്റെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത PDF നോട്ട് ഉണ്ടായിരിക്കും, മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, ലൈവ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, എല്ലാ മോഡ്യൂളിന്റെയും എല്ലാ യൂണിറ്റിന്റെയും റിവിഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും, റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, ഡെയിലി മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും എൻട്രി ആപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇതിന്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, കാരണം ഇത് ഫ്രീലി ഡൗൺലോഡബിൾ ആണ്. ഇതിനകത്തൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്, എക്സാം സ്പെഷ്യൽ ചില ഓഫേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ഇന്നത്തെ വെബിനാർ അറ്റൻഡ് ചെയ്തവർക്കുള്ള സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. സെറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കടമ്പ തന്നെയാണ്. ഈ കടമ്പ ജയിച്ചാലാണ് HSST എന്ന അല്ലെങ്കിൽ +2 ടീച്ചർ എന്ന നിങ്ങളുടെ മോഹം സഫലമാകും. PSC നിഷ്കർഷിച്ചിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് സെറ്റ് എക്സാം. എങ്കിൽ മാത്രമേ നമുക്ക് HSST എക്സാം, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, +2 ടീച്ചറിന്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മാനേജ്മെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നാൽ പോലും നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന് അപ്രൂവൽ കിട്ടണം, സാലറി കിട്ടണമെങ്കിൽ നിങ്ങൾ സെറ്റ് എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും, സാലറി ഒന്നും ലഭിക്കുന്നതായിരിക്കില്ല. അപ്പൊ സെറ്റ് എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഇത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുന്നവരുണ്ട്. ഇവിടെ നിങ്ങൾ നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കുറച്ച് സമയമേ ഉള്ളൂ, വലിയൊരു സിലബസ് തീർക്കാനുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. ബിക്കോസ് ഓൾറെഡി എമിനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്, ഫുൾ ഫ്ലെഡ്ജ് നോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ തരാൻ ആപ്പിന് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ആഴ്ചയിലും ഇനിയുള്ള എല്ലാ ശനിയാഴ്ചകളിലും ഇതുപോലെ നമുക്ക് വീണ്ടും കൂടാം. ഓരോ വെബിനാറിലും ഓരോ ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മോഡ്യൂളാണ്, സിസ്റ്റമാറ്റിക്സിന്റെ ടോപ്പിക്കാണ്. അടുത്ത ശനിയാഴ്ച നമ്മൾ വീണ്ടും കാണുമ്പോൾ മറ്റൊരു ടോപ്പിക് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി ഇന്നത്തെ ഈ വെബിനാർ കാണാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഈ ഒരു ലിങ്ക് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഇത് വിസിറ്റ് ചെയ്ത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അത് മറ്റൊരു ഫീച്ചറാണ്. അപ്പോൾ എൻട്രി ആപ്പിന്റെ എല്ലാ ഭാവുകങ്ങളും ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും നേരുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ വരുന്ന ജൂലൈയിലെ പരീക്ഷ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും ഇനി ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ആരും തന്നെ കമന്റ് ബോക്സിൽ ഒന്നും ടൈപ്പ് ചെയ്തതായിട്ട് കാണുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ സാധാരണ വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ടൈപ്പ് ചെയ്യണം. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക, സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ അടുത്ത വെബിനാറിൽ നമ്മൾ വീണ്ടും ശക്തിയോടുകൂടി, പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.